പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു സമൃദ്ധി കാണാത്ത വ്യക്തിയാണെങ്കിൽ, എല്ലാ കാലഘട്ടങ്ങളിലും ഡ്രൈനെസ് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്നത്തെ മീറ്റിംഗിൽ പ്രാർത്ഥനയോടുകൂടെ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ, ഒരു വലിയ ദൈവ മഹത്വം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്നാണ്. നിന്നെ കൈവിടാത്ത, നിന്നെ ഉപേക്ഷിക്കാത്ത നല്ലവനായ ദൈവം നിന്റെ റൂമിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വരുന്ന ദൈവം ഒരത്ഭുതമായിട്ടാണ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. സാരാഫാത്തിൽ പ്രവാചകൻ വിധവയുടെ അടുക്കലേക്ക് കടന്നുപോയപ്പോൾ ഒരത്ഭുതം സംഭവിച്ചതുപോലെ ചെങ്കടലിന്റെ മുമ്പിൽ ഇനി എന്തോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ മോശയ്ക്കു വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത അതേ ദൈവം നിരാശയുടെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം നടന്നതുപോലെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരത്ഭുതം ഇന്നെന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ്. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ്. എന്റെ ദൈവം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ ജനത്തിന്റെ മേൽ, ഈ പ്രിയ കുടുംബത്തിന്റെ മേൽ, ഈ പ്രിയ ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതത്തിന്റെ കരം അതിശയമായി വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ കരം ഈ ജനത്തിന് അനുകൂലമായി വെളിപ്പെടുന്നതിനായി അങ്ങക്ക് നന്ദി പറയുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, എല്ലാം ഉള്ളപ്പോൾ അത്ഭുതം ചെയ്യുന്ന ദൈവമല്ല. എല്ലാം ഉള്ളപ്പോൾ ദൈവം അത്ഭുതം ചെയ്യുകയില്ല എന്ന് അതിനർത്ഥമില്ല. നിന്റെ ജീവിതത്തിന്റെ മേൽ കുറവുകൾ ഉള്ളപ്പോൾ, നിന്റെ ജീവിതത്തിന്റെ മേൽ എല്ലാം അസാധ്യം എന്ന് പറയുന്ന നിമിഷത്തിന്റെ മേൽ എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഏലിയ പ്രവാചകനെ ദൈവം വിധവയുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവൾ സമൃദ്ധിയിലല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അവളുടെ ജീവിതത്തിന്റെ മേൽ എല്ലാമുള്ള അനുഭവത്തിലല്ല പ്രവാചകനെ ആ കുടുംബത്തിലേക്ക് ദൈവം അയച്ചത്. അല്പമേയുള്ളൂ, ഉള്ളത് തിന്നുകൊണ്ട് മരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്ന് ഈ പ്രവചന സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിന്റെ മേൽ മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കുന്ന കുടുംബമായിരിക്കാം നിങ്ങൾ. ആമേൻ. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാം തീർന്നു, ഇനി എന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം പ്രവാചകനോട് പറയുവാനിടയായി തീർന്നു, അവരുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊണ്ടുവരിക. പ്രവാചകൻ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുണ്ട് അത് എനിക്ക് തരിക. മരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കുടുംബത്തോടാണ് പറയുന്നത് കയ്യിലുള്ളത് തരികയെന്ന്. അതൊരു വിത്തായിരുന്നു. പ്രവാചകന്റെ കയ്യിലേക്ക് അവൾക്കുള്ളതിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ
സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവിടെ വർധനവാണ് സംഭവിച്ചത്. നിന്റെ സമൃദ്ധിയിലെല്ലാം ഒരുപക്ഷെ ദൈവകരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിന്റെ ഇല്ലായ്മയിൽ നീ തീർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്റെ പക്കലുള്ള അവസാനത്തെ ഭാഗവും തീർന്നു പോകുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യും. ഇന്ന് നിന്റെ ജീവിതം, നിന്റെ സാമ്പത്തിക ജീവിതം, നിന്റെ ഹെൽത്ത്, നിന്റെ കുടുംബം എല്ലാം തീർന്നു എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വർധനവിന്റെ ദൈവം ഇന്നത്തെ മെസ്സേജ് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടിയും ഇറങ്ങി വരികയാണ്. 5 അപ്പവും 2 മീനുമാണ്. ഈ 5 അപ്പം കൊണ്ട് 5000 കടന്നു വരുന്ന ജനത്തിന് എന്തു ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല. പക്ഷേ ആ 5 അപ്പം കയ്യിലിരിക്കുന്നത് എന്റെ യേശുവിന്റെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം അതിന് സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴും നിന്റെ ബോട്ടിലിരിക്കുന്നത് യേശുവാണെങ്കിൽ അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ആ ഫിനാൻസിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വർധനവ് നടക്കുന്നു. നിന്റെ രോഗത്തിന്റെ മേൽ അത്ഭുതകരമാകുന്ന സൗഖ്യങ്ങൾ നടക്കുന്നു. നിന്റെ മക്കളുടെ മേൽ നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ നടക്കുന്നു എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വിടുതലിൻ ശുശ്രൂഷകളിലൂടെ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ദേശത്ത് മൊത്തം ക്ഷാമമായിരിക്കുമ്പോൾ, ദേശത്ത് മൊത്തം ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കുമ്പോൾ, ഒരു കുടുംബം മാത്രം ദൈവിക കരുതലുകളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതൽ വേണമെങ്കിൽ, ഒരു വർധനവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അനുവദിക്കുക. എല്ലാം തീർന്നിരിക്കുന്ന ഈ അനുഭവങ്ങളിലും ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ അവസ്ഥയിലും നീ ദൈവത്തെ അനുവദിച്ചു കൊടുക്കുക. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേൽ, ഇസഹാക്കിന്റെ മേൽ, യാക്കോബിന്റെ മേൽ, ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിന്റെ മേൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ഇസഹാക്ക് ക്ഷാമകാലഘട്ടത്തിൽ കൊണ്ടുപോയിട്ടാണ് വിതയ്ക്കുവാനിടയായി തീർന്നത്. യാക്കോബ് തന്റെ ജീവിതത്തിന്റെ മേലെ എല്ലാം തീർന്നു. യാബോക്ക് കടവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്റെ സഹോദരൻ തന്നെ കൊല്ലുവാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാം തീർന്നു എന്ന് പറയുന്ന സമയമാണ്, സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് യാക്കോബ് നിന്നു. എന്നാൽ ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ചരിത്രം പഠിച്ചാൽ അവിടെ ദൈവം അവർക്കു വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. നിനക്കു വേണ്ടി ഈ സീസന്റെ മേൽ ദൈവം ഇറങ്ങി വരും പറയുമ്പോൾ, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗുകൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ്, ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടിയായിരിക്കും അത്. നോക്കുക, ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ ഇവ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം അവർക്കു വേണ്ടി ഇറങ്ങി വന്ന് ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഈ സീസന്റെ മേൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതിനപ്പുറമായി ഒരു ദൈവ പ്രവൃത്തി ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, ഈ സീസന്റെ മേൽ
ദൈവത്താൽ നടക്കുന്ന ഈ അത്ഭുതം എന്റെ ഭവനത്തിന്റെ മേൽ ഞാൻ കാണുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ നോക്കുക, ദേശത്തു മൊത്തം ക്ഷാമമാണ്. ക്ഷാമത്തിൽ മരിക്കുമെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ക്ഷാമം അവരുടെ ജീവിതത്തിന്മേൽ ഒരു മേഖലകളിലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ദൈവപ്രവൃത്തി ആ കുടുംബം കാണുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളുടെ മേൽ ആഞ്ഞടിച്ചു വരുന്ന ആ തിരമാലയുണ്ടല്ലോ, നിങ്ങളെ തീർത്തു കളയുമെന്ന് പറയുന്ന തിരമാല, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന ആ തിരമാലയുടെ നടുവിൽ അത് നിന്നെ തീർത്തു കളകയില്ല. അത് നിന്റെ ജീവിതത്തിന്റെ മേൽ അടുത്ത ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമാകുമെന്ന്. ആമേൻ. ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കൊല്ലുവാൻ കടന്നു വന്ന തിരമാലകൾ യേശുവിന്റെ വാക്കിന് മുമ്പിൽ ശാന്തമായി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് വരെ അത്ഭുതമായിരുന്നു. കാറ്റും കടലും വരെ ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവനാരാണ്? ചില മേഖലകളിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ വിഷയം കടന്നു വരുന്നത് നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ നിനക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. യോസഫ് നീണ്ട ദീർഘനാളുകളിൽ ഒരു സൈലന്റ് പീരീഡിൽ കൂടെ കടന്നുപോയി. എന്തിനു പറയുന്നു? പൗലോസ് പുതിയ നിയമത്തിൽ ഒരു നീണ്ട 12-14 വർഷം സൈലന്റ് പീരീഡിൽ കൂടി കടന്നുപോയി. അവിടെ അവർ വിശ്വസ്തരായിരുന്നു. അവരവിടെ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വർധനവിന്റെ കരം, ദൈവമാരാണെന്ന് അവരുടെ പേഴ്സണലായ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുവാനിടയായി തീർന്നു. ഈ സീസൺ അവൻ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് കാണുവാൻ വേണ്ടി പോകുകയാണ്. അവൻ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന മോളിന്റെ 4ാം നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വേറൊരു ചർച്ചിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ പറ്റും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ വിടുതൽ ശുശ്രൂഷകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ഒരു വർധനവിന്റെ കരം വെളിപ്പെടട്ടെ. ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള വർധനവ് സംഭവിക്കട്ടെ. ശുശ്രൂഷയുടെ മേൽ, ഫിനാൻസിന്റെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ, ഇവർ കൈവയ്ക്കുന്ന സകല മേഖലകളുടെ മേലും അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ ഓരോരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ഓൾ.